പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. യേശുക്രിസ്തുവിലേക്ക് പിതാവായ ദൈവം സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിനെ അഭിഷേകമായിട്ട് അയക്കുന്നു. ജ്ഞാനസ്നാന സമയത്ത് ഈ പരിശുദ്ധാത്മാവിനെ അഭിഷേകമായിട്ട് അയക്കുന്നത് കാണുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തിയും കൂടെയാണ് സ്നാപയോഹന്നാൻ. അതൊരു വലിയ ഭാഗ്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സ്നാപയോഹന്നാൻ്റെ മുമ്പിൽ യേശുവിലേക്ക് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഉള്ള സ്വരം സ്നാപയോഹന്നാൻ്റെ കൺമുമ്പിൽ വെച്ച് സ്നാപയോഹന്നാൻ കാണുവാനും കേൾക്കുവാനും ആയിട്ടുള്ള അടിസ്ഥാനപരമായ കാരണം എന്താണ്? നമുക്ക് ആ മേഖലയും കൂടി ഒന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള തിരുവചനം മുമ്പോട്ട് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ മെയിൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് 29-ാമത്തെ വചനത്തിൽ അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടിട്ടില്ല, യേശുവിനെ അറിയത്തില്ല. അങ്ങനെ കണ്ടിട്ടില്ല, അറിയത്തില്ലാത്ത വ്യക്തി എന്താ ഇങ്ങനെ പറയാൻ കാരണം? യേശുവിനെ ശ്രദ്ധിക്കണമേ, യേശുവിനെ യോഹന്നാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് അറിയാം, പക്ഷേ ഈ യേശു എങ്ങനെയാണ് ഏതാണെന്ന് യോഹന്നാൻ കണ്ടിട്ടില്ല. അപ്പോൾ യോഹന്നാൻ കണ്ടിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്? 30-ാമത്തെ വചനത്തിൽ പറയുന്നത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. തുടർന്ന് പറയാണ്, എനിക്ക് മുൻപ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇസ്രായേലിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ വന്ന് ജലം കൊണ്ട് സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി അവൻ്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവിറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത്. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കാണുവാൻ സാധിക്കും, യോഹന്നാനെ സംബന്ധിച്ച് ഈ യേശുവിനെ കണ്ടിട്ടില്ല. എന്നാൽ പിതാവായ ദൈവം യോഹന്നാനെ യേശുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വിട്ടപ്പോൾ, യേശുവിനെ വഴിയൊരുക്കുവാൻ വേണ്ടി ദൈവം സ്നാപയോഹന്നാനെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചപ്പോൾ സ്നാപയോഹന്നാൻ ഒരു അടയാളം കൊടുത്തിരുന്നു. എന്താണ് അടയാളം? മറ്റൊന്നുമല്ല, ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു അടയാളം ദൈവമായ കർത്താവ് യോഹന്നാന് കൊടുത്തിരുന്നു. എന്നാൽ യോഹന്നാൻ്റെ ജീവിതത്തിൽ അത് കാണുവാനായിട്ടിടയായി. അതായത് യോഹന്നാൻ ഇത് കാണണമെന്നുള്ളത് ദൈവഹിതമാണ്. യോഹന്നാൻ എന്ന അധികാരിക്ക് വിധേയപ്പെട്ട് കാണിച്ചു കൊടുക്കണമെന്നതും ദൈവഹിതമാണ്. ആ യോഹന്നാൻ്റെ അടുത്തേക്ക് യേശു വന്നാൽ മാത്രമേ ഉള്ളൂ ഇത് യേശുവാണെന്ന് യോഹന്നാന് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ദൈവം യോഹന്നാനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ആരുടെ മേൽ ഇറങ്ങി വന്ന് നീ ആവസിക്കുന്നത് കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കൊടുക്കുന്നത്. ഇതൊരു വലിയൊരു അടയാളമായിരുന്നു. അപ്പം ഈ യേശു യോഹന്നാൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ സ്നാന സമയത്ത് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് യേശുവിൻ്റെ മേൽ ആവസിക്കുന്നത്
യോഹന്നാൻ കണ്ണുകൊണ്ട് കാണുന്നു, അത് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ആ വിശ്വസിച്ച വചനം അധരത്തിലൂടെ സമൂഹത്തിലേക്ക് പ്രഘോഷിക്കുന്നു, ഇസ്രായേലിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കൊടുക്കുന്നവനെന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കണമേ, ദൈവീക പദ്ധതിയുടെ ഭാഗം. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇതെല്ലാം ആത്മീയ രഹസ്യങ്ങളാണ്. ഇത് മനുഷ്യർക്ക് മനസ്സിലാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്താൽ മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ. ഒരുപക്ഷെ ഇത് പല പ്രാവശ്യം നമ്മൾ വായിച്ചു പോയിട്ടുണ്ടാകാം ഈ ഭാഗം. പക്ഷേ ഇത്രയും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് യോഹന്നാൻ കാണുന്നു. ആ കണ്ട യോഹന്നാൻ പറയുകയാണ്, എൻ്റെ പിന്നാലെ വരുമെന്ന് പറഞ്ഞ വ്യക്തി ഇവനാണ്. ഇവൻ ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ, എനിക്ക് മുമ്പേ ഇവൻ ഉണ്ടായിരുന്നു, എന്നാൽ ഞാൻ ഇവനെ അറിഞ്ഞിരുന്നില്ല. ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കൊടുക്കുന്നത്. ഞാനിത് കാണുകയും യേശു ദൈവപുത്രനാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് യോഹന്നാൻ്റെ സാക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടാണ് ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സ്നാവയോഹന്നാൻ്റെ മുമ്പിൽ വെച്ച് യേശുവിലേക്ക് ഇറങ്ങി വരുന്നത്. സ്നാവയോഹന്നാൻ കാണുന്നു, പ്രഘോഷിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും മാമോദിസ സ്വീകരിച്ചപ്പോഴും ഇത് തന്നെ സംഭവിച്ചു. പക്ഷേ കൂട്ടത്തിലുള്ള ആൾക്കാരും കണ്ടില്ല, നമുക്കത് മനസ്സിലാക്കാനും പറ്റിയില്ല. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നതിൻ്റെ ആത്മീയ രഹസ്യം തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ മക്കളായി ജീവിക്കുവാനായിട്ടുള്ള കൃപ അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.